നല്ല വചന പേജിലൂടെ യേശു ക്രിസ്തുവിനെയും അവിടുത്തെ ആളത്വത്തെയും സംബന്ധിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠന പരമ്പരയുടെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഗമന ലക്ഷ്യങ്ങളിൽ ഒന്നിനെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ യേശു ക്രിസ്തു ലോകത്തിൽ വന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പാപങ്ങളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ വന്നത് എന്ന് യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ പറയുകയാണ്. അതേ ലേഖനത്തിന്റെ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ സാത്താന്റെ പ്രവൃത്തികളെ അഴിക്കേണ്ടതിനത്രേ അവൻ പ്രത്യക്ഷനായത് എന്നും പറയുന്നു. വാസ്തവത്തിൽ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ആ എബ്രായ ലേഖന കർത്താവ് ഇപ്രകാരം പറയുകയാണ്: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധിപനായിരുന്ന പിശാചിനെ ക്രൂശിൽ തറച്ച് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. മനുഷ്യവർഗം മുഴുവൻ പിശാചിന്റെ അധീനതയിലായിരുന്നു, പിശാചിന്റെ ആധിപത്യത്തിന് കീഴിലായിരുന്നു. ഇതെങ്ങനെയായിരുന്നു എന്നൊരു വാക്കിൽ ഞാൻ പറയാം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തോട് കൂട്ടായ്മയുള്ളവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ആ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവൻ പിശാചിന്റെ ആധിപത്യത്തിലേക്ക് മാറി. ദൈവത്തിന്റെ ആലോചനകൾക്ക് അനുസരണക്കേട് കാണിച്ച മനുഷ്യൻ പിശാചിന്റെ വാക്കുകൾക്ക് അനുസരണം കാണിച്ചപ്പോൾ പിശാചിന്റെ ആധിപത്യത്തിന് കീഴിൽ ആയിരുന്നു. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നത്: മുമ്പേ നിങ്ങൾ ഈ കാലത്തിന്റെ ഗതിയെ, അതായത് ഈ ലോകത്തിന്റെ പ്രഭുവിനെ, ഈ കാലഘട്ടത്തിന്റെ വ്യവസ്ഥിതിയെ നിങ്ങൾ അനുസരിച്ച് നടന്നവർ ആയിരുന്നു. അത് വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം തന്നെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എഫേസ് ലേഖനം അതിന്റെ 2-ാം അധ്യായം: നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവരെയും അനുസരിച്ച് നടന്ന അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളാൽ നടന്ന ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തു. അപ്പൊ ഈ ലോകത്തിന്റെ കാലവ്യവസ്ഥിതിയെ, അല്ലെങ്കിൽ പിശാചിന്റെ ആധിപത്യത്തിന് കീഴ്പ്പെട്ട് അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരായിരുന്നു. അങ്ങനെ അവന്റെ അധീനതയിലായി പോയ മനുഷ്യനെ പിശാചിന്റെ ആധിപത്യത്തിന് കീഴിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യപുത്രനായി യേശു ക്രിസ്തു ലോകത്തിൽ അവതരിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവതാരത്തിന്റെ നിരവധി ഉദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു മനുഷ്യവർഗത്തെ പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അതേ തുടർന്ന് വീണ്ടും അതേ അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്ന വാക്കും ശ്രദ്ധാവ്യമാണ്. 15-ാം വാക്യത്തിൽ താൻ പറയുന്നത് ഇങ്ങനെയാകുന്നു: മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ക്രൂശിൽ തറച്ച് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. മരണത്തിന്റെ അധിപതിയായ പിശാചിനെ കുരിശിൽ തറച്ചിട്ട് ജീവപര്യന്തം മരണഭീതിയിൽ, അതായത് മൃത്യുഭീതിയിൽ ആയിരുന്ന മനുഷ്യനെ അവിടുന്ന് ദൈവം ശാശ്വതമായി വിടുവിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ ബലിമരണം കൊണ്ടുള്ള ഉദ്ദേശങ്ങളിൽ ഏറ്റവും അതിപ്രധാനമായത് പിശാചിനെയും അവന്റെ ആധിപത്യത്തെയും തകർക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണല്ലോ കൊലോസ്യർ അപ്പോസ്തലൻ പറയുമ്പോൾ അവൻ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി, നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ എന്നേക്കുമായി വിടുവിച്ചു. അപ്പൊ അത് വലിയ ഒരു ജയോത്സവമായ പ്രവൃത്തിയായിട്ടാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. വാസ്തവത്തിൽ കാൽവലെ ക്രൂശിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു മരിക്കുമ്പോൾ മരണമില്ലാത്തവൻ മരണം സ്വശരീരത്തിന്മേൽ കൈക്കൊണ്ട് മരണത്താൽ മരണത്തെ എന്നേക്കുമായി അവൻ കീഴ്പ്പെടുത്തുമ്പോൾ പിശാചിന്റെ ആധിപത്യത്തിന് കീഴിലായിരുന്നവരെ എന്നേക്കുമായി വിടുവിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു?
പിശാച് ക്രൂശിന്മേൽ തോൽപ്പിക്കപ്പെട്ടു. അവന്റെ സൈന്യം പരാജയപ്പെട്ടു. പിശാചിന് തന്റെ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ അവസരം ഉണ്ടായില്ല. വെളിപ്പാട് പുസ്തകം 20:10 വരുമ്പോൾ വിദൂര ഭാവിയിൽ പിശാചിനെ എന്നേക്കുമായി തീപ്പൊയ്കളിലേക്ക് തള്ളിയിടുന്ന അതിസുന്ദരമായിരിക്കുന്ന ഒരു രംഗത്തെക്കുറിച്ചുള്ള വർണ്ണന നമ്മൾ വായിക്കുന്നു. വാസ്തവത്തിൽ കാൽവറിയിൽ മനുഷ്യവർഗത്തിന് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കാതിരുന്ന പിശാചിനെ എന്നേക്കുമായി നരകത്തിലേക്ക് തള്ളിയിടുന്നതോടുകൂടി അവന്റെ സാമ്രാജ്യം ശാശ്വതമായി തകർക്കപ്പെടുന്നു. ഈ പ്രവൃത്തികളെ എന്നേക്കുമായി അഴിക്കാനാണ് കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത്.